അപ്പോൾ വീണ്ടും നമ്മുടെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത് കടലിൻ്റെ തീരത്ത് തന്നെ. കടലിൻ്റെ തീരങ്ങൾ ഒരിക്കലും നമുക്ക് വിട്ടുപോകാൻ തോന്നുന്നില്ല. കാരണം കടൽ അത്ര മനോഹരമാണ്. ഏതായാലും നമ്മുടെ വാക്ക് ആൻഡ് ചാറ്റ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. മൊബൈലൊക്കെ ഉണ്ടല്ലോ കയ്യിലോട്ടെ. അതെ, ഇതെന്താ മൊബൈലാ മോനെ? കോക്ക പോപ്പോ. അപ്പോൾ മോൻ്റെ പേരെന്താ? അജിത്ത്, അഭിനവ്, വിശാഖ്. അഭിനവ്, ഇത് അഭിനന്ദ്, അജിത്ത്, മറ്റേ വിശാഖ് അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു എല്ലാവരും? എന്ത് ചെയ്യുന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഓക്കെ. എവിടെ വീട്? മലപ്പുറം. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി വന്ന് തിരിച്ചു പോകാനായോ? എപ്പോഴാണ് പോവാ? ഇപ്പോൾ പോവും. എപ്പോഴാണ് വന്നത്? ഉച്ചയാണ്. ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ബിരിയാണി. എന്ത് ബിരിയാണി കഴിച്ചേ? ചിക്കൻ ബിരിയാണി. 4 ആളും ചിക്കൻ ബിരിയാണി കഴിച്ചേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു. ഓക്കെ. 4 ആളും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ. നമ്മളൊരു ചെറിയ ചോദ്യമുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. കുസൃതി ചോദ്യമാണ്. കുസൃതി വേണോ വിജ്ഞാനപ്രദമായ ചോദ്യം വേണോ? പ്ലസ് ടു ഏതാടുത്ത്? സയൻസ് പരമായിട്ട് ചോദിക്കാം അല്ലേ? നിങ്ങളൊക്കെ ഏതാടുത്ത്? ഹ്യൂമാനിറ്റീസ് ഏതാ? സെക്കൻഡ് ലാംഗ്വേജ് ഏതാ? അല്ല, ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ലാംഗ്വേജ് ഏതാടുത്ത്? പേടിക്കണ്ട. സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവില്ലേ? ഇല്ലേ? അല്ല, നിങ്ങൾക്ക് അതൊക്കെ എന്താ പറയാനൊരു പേടി? എന്തോ ഉള്ളിൽ ഒളിച്ചു വെച്ച് കൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള യുവതയാണ്. നിങ്ങളത് ഉണ്ടായേ മതിയാകും. എങ്കിൽ മാത്രമേ ആ രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പ് ഉണ്ടാകാൻ കഴിയുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവനോട് ചോദിക്കുന്ന പറയാൻ കഴിയണം. ഓക്കെ. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതാണ്. നമ്മളെ മുൻ പ്രധാനമന്ത്രി, ശ്രദ്ധിച്ച് കേൾക്കുക, കുസൃതിയാണ്. മുൻ പ്രധാനമന്ത്രി കുളിക്കുമ്പോൾ ഈ കൈ നനഞ്ഞിരുന്നില്ല. എന്താണ് കാരണം? മുൻ പ്രധാനമന്ത്രിയാണ്. ഈ കൈ നനഞ്ഞിരുന്നില്ല. എന്താണ് കാരണം? വലതുപക്ഷമായിരുന്നു. അറിയില്ല. ഇല്ല. മുൻ പ്രധാനമന്ത്രി കുടിക്കുമ്പോൾ ഈ കൈ നനഞ്ഞിരുന്നില്ല. എന്താണ് കാരണം? വലതുപക്ഷമാണോ എന്ന് ചോദിക്കണം. എന്തായാലും ഉത്തരം ആര് പറയുമെന്ന് കാത്തിരുന്നാണ്. ഇതൊരു കുസൃതി ചോദ്യമാണ്. നമുക്ക് ഉത്തരം ആരാണെന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് വരുന്ന പേര് പറയാൻ വേണ്ടി. വിഷ്ണു, അഫ്സൽ, അതുൽ, ഇർഷാദ്, സ്വാതി, ഷംറുദ. എവിടെ വീട് എല്ലാവരും? വീട് കോഴിക്കോട്. കൊല്ലം. പെരുന്നണ്ണ, വടകര, തൃശ്ശൂർ, തിരൂർ. ഈ കൊല്ലം കണ്ടതിന് ഇല്ലം വേണ്ട എന്നും അതുപോലെ തന്നെ വടകര വളവിൽ 60 തെങ്ങ്, 60 തെങ്ങിൻ 60 പൊത്ത്, 60 പൊത്തിൻ 60 നത്ത്, എന്നാ നത്തിൻ കണ്ണെത്ര? എത്ര? അറിയില്ലാന്ന് വടകരക്കാരനായിട്ട് നമ്മൾ എന്തൊരു വടകരക്കാർ. എന്തൊരു കഷ്ടാണ്. ഞാൻ ചോദിച്ചത് അതല്ല. നിങ്ങൾ വടകരക്കാരനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ. ഇല്ല, ഈ വേണ്ട, ഇയാൾ കൊല്ലക്കാരനല്ലേ? ഈ കൊല്ലം കണ്ടതിന് ഇല്ലം വേണ്ടെന്ന് പറയുന്നത് എന്താ കാരണം? അത്രയ്ക്ക് ഭംഗിയാ. അങ്ങനെയാണോ? ഈ എന്താ ഇത് ചോദിച്ചാൽ മനസ്സിലായില്ലേ? എന്താ? വടകര വളവിൽ 60 തെങ്ങ്, 60 തെങ്ങിൻ 60 നത്ത്, 60 നത്തിൻ 60. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത് പറയുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും നിങ്ങൾക്ക് അതിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. CA അല്ലേ? ചാർട്ടർ അക്കൗണ്ടൻറ്റ്. ഓക്കെ, CA കാരനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായിട്ട് കഴിവുണ്ടോ? വേണ്ട. CA കാരൻ പറഞ്ഞാണ്ട, ദയവ് ചെയ്ത് പറയല്ലേ. ഓക്കെ. അപ്പോൾ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് CA? ഇപ്പോൾ നല്ല. അടിപൊളിയാണ്. CA പാസ്സായി. എവിടെ ചെയ്തത് CA?
കോഴിക്കോട് തന്നെ. ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള അല്ലേ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു അല്ലേ? ഇവരെല്ലാവരും അത് തന്നെയാണ്. ഞാൻ പാസ്സായി അല്ലേ? ഓക്കെ, എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പോകണ്ടോ? കോഴിക്കോട് ഓഫീസുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എന്താ പേര് പറഞ്ഞേ? ഇർഷാദ്. അപ്പോൾ ഇർഷാദിന് കലാപരമായിട്ട് കഴിവുണ്ട്, ശ്വാസം പിടിച്ച് പാടാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആ ശ്വാസം പിടിച്ചിട്ടുള്ള പാട്ടൊന്ന് നമുക്ക് കേൾക്കാം അല്ലേ? റെഡി അല്ലേ? അത് കേൾക്കാം. അപ്പോൾ ഇർഷാദേ എന്ത് എന്നാ വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് കലാപരമായിട്ട് ഒരു കഴിവുമില്ല. വേണ്ട, ഞാൻ ഇയാളെ വെച്ച് ഇങ്ങോട്ടൊരു ചെറിയ സാധനം ചെയ്യാൻ വേണ്ടി പോകും. കൊടുത്തോ? ആ മൊബൈൽ എടുത്തോ? മൊബൈൽ അങ്ങോട്ട് കൊടുത്തോ? ഇപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? മരിക്കുമ്പോൾ. അത്ര വേണ്ടിയായിരുന്നില്ലല്ലേ? കളറാണ് ഉദ്ദേശിച്ചല്ലേ? ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ അല്ലേ ഈ ഫാഷൻ ഷോക്കൊക്കെയാണ് ഇങ്ങനെയുള്ള അല്ലേ? ആണല്ലോ, ശരിയല്ലേ? നിങ്ങൾ അങ്ങനെ പോലും ചിന്തിച്ചില്ല. എന്ത് സിഎക്കാരാണ് നിങ്ങൾ? ഓക്കെ, എന്തായാലും നമുക്ക് ആ ഫാഷൻ ഷോയുടെ വാക്കാൻ ചാറ്റാണ് നമ്മുടെ പരിപാടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വാക്കിംഗ് ആണ് ഇവിടെ നടന്നത്. നമ്മുടെ ക്യാമറയിലേക്ക് ജസ്റ്റ് നമ്മളെ ഒരു ഫാഷൻ ഷോയുടെ ഒരു മൂവ്മെൻറ്റ് ഒന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഇർഷാദിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു കയ്യടി കൊടുത്തേ ഇയാൾക്ക്. ആ ഒന്ന് ആ ഫാഷൻ ഷോയുടെ നോക്കിക്കോളേ, ശരിക്കും ഫ്രെയിമിൽ കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. റെഡി, നടന്നോ? ഇത് പണ്ട് ഞങ്ങൾ വലിയപ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് എത്ര തേങ്ങ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നോക്കലുണ്ട്. ആ ഒരു രീതിയായിപ്പോയി. പക്ഷെ അതിൽ നിന്നൊന്നും മാറ്റം വേണ്ട. വിഷ്ണു, എനിക്ക് ഇവനെ തന്നെ മതി. ഒന്നും കൂടി ആ കണ്ണാടൊക്കെ ഇട്ടിട്ട് സാധാരണ ഇതിൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്താ സ്റ്റൈല്, ആ മൂമെൻറ്റ് കറക്റ്റ്. റെഡിയാണേ? ആക്ഷൻ സ്റ്റാർട്ട്. ആയിക്കോട്ടെ മതി, എന്നാലും ചെയ്തല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഈ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നല്ല സ്റ്റൈലൊക്കെ ഒന്ന് കണ്ണൊക്കെ ആക്കായിരുന്നു. പക്ഷേ വേണോ? വേണ്ട. അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ CA പരമായിട്ടൊന്നും ഉത്തരം പറയണ്ട. ആ സാധാരണ ചോദ്യം മതിയെന്നാ. ഞാൻ സാധാരണക്കാരനോട് സാധാരണക്കാരനാണ്, അതാണ് പ്രശ്നം. ഓക്കെ, ഞങ്ങൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ഉത്തരം കിട്ടിയില്ല. ഉത്തരം മുട്ടി കഴിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് എൻ്റെ ചോദ്യം മുന്നോട്ട് പോവുകയാണ്. ശരി, ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ മുൻ പ്രധാനമന്ത്രി കുളിക്കുന്ന സമയത്ത് ഈ കൈ നനഞ്ഞിരുന്നില്ല, എന്തുകൊണ്ട്? CA നമ്മൾ ഒരുപാട് നേരം ഇയാളിട്ടിട്ട് ഇങ്ങനെ ആക്കി, പക്ഷേ ഒരു വിധേനയും രക്ഷയില്ല. ഇർഷാദല്ലേ? ഇർഷാദ് പൊളിച്ച് ഒരു കൈയോടെ എടുത്ത് ഞങ്ങൾ. അപ്പോൾ നിക്ഷാൻ ഇലക്ട്രോണിക്സ് നൽകുന്ന ഒരു സമ്മാനമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് പല ആളുകളോട് നമ്മുടെ ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയില്ല, ഉത്തരം മുട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ CA കാരനാണ് എൻ്റെ പേര് പറഞ്ഞേ? ഇർഷാദിന് CA കാരനാണെന്നുകൊണ്ട് പല ആളുകളും കളിയാക്കി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ ഹാസ്യം ഉണ്ടാകുന്നത് പരിഹാസത്തിലൂടെയാണ്. ഹാസ്യത്തിൻ്റെ പര്യായം എന്ന് പറയുന്നത് പരിഹാസമാണ്. പരിഹാസമുണ്ടാവാതെ ഒരിക്കലും ഹാസ്യത്തെ നിർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ഇർഷാദിനെ പല ആളുകളും പരിഹസിച്ച ആളുടെ മുന്നിൽ വെച്ച് തന്നെ സമ്മാനം വാങ്ങിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഇത് ആരാ കൊടുക്കുക? ആയിക്കോട്ടെ, ഞാൻ അതൊക്കെ ഒന്ന് പറയട്ടെ. എനിക്കൊന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തരൂ. എന്തൊരു അങ്ങനെ ഒരു പരിപാടി നമുക്കേ ഇല്ല. ഓക്കെ, എനിക്ക് പറയണ്ടേ? എന്തോരം പറയാണ്ടെന്നറിയോ ഈ കാര്യത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സമ്മാനം കൊടുക്കുന്ന പേരെന്താ? അഫ്സൽ. നമുക്ക് വീണ്ടും ആ ഒരു ആക്ഷനോടുകൂടി നമ്മളെ ഇർഷാദിന് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും ആ രസകരമായി ആ കൈ കൊടുത്തോളൂ. അങ്ങനെ തന്നെ ആക്ഷൻ വേണം. ആ രസം വേണ്ടി. അയ്യോ, കൊല്ല്. എന്തൊരു കഷ്ടമാണിത്. ഫാഷൻ ഷോയിൽ നടന്നു വരുന്ന പോലെ ക്യാമറ നോക്കണ്ട, ക്യാമറ ഉണ്ട്, ഒപ്പം ചാടും. പോരെ? റെഡി, സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. ഇവരുടെ ഗുഡ് ബൈ. ഓക്കെ.
ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ. കടല തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രസകരമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്കൊരു സമ്മാനമുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ പേര് വാക്ക് ആൻഡ് ചാറ്റ് എന്നാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നടക്കുക. ചാറ്റ് അറിയാം. പേര് പറയും. അനില. സോന. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ മിംസിൽ വർക്ക് ചെയ്യാം, ഫാർമസിസ്റ്റ് ആയിട്ട്. ഓ, മിംസിൽ. ഞാൻ പെട്ടെന്ന് കേട്ട മിമിക്രി എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ മിമിക്രിയൊക്കെ ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, കലാപരയുടെ എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. 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 ഈ ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഉണ്ട്, ഇപ്പോൾ പറ്റില്ല എന്നാണ്. അല്ലേ? അതാണൊരു ശരി. അതാണ് അതിൻ്റെ സൈക്കോളജി. കാരണം ഇങ്ങനെയാണ് അതിൻ്റെ രീതി. അല്ലേ? എവിടെ വീട്? മലപ്പുറം. എവിടെ? നിലമ്പൂര്. നിലമ്പൂർ തന്നെ. നിലമ്പൂർ തന്നെ. അപ്പം നിലമ്പൂരാണല്ലോ നിങ്ങളുടെ വഴിക്കടവും അതുപോലെ തന്നെ ചാലിയാർ പുഴയൊക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല ഓർമ്മ വരുന്നുണ്ടോ? ഓ, ഇപ്പോൾ മനസ്സിൽ അതൊക്കെ തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മുഖമൊന്നും മാറിയത് കണ്ടില്ലേ? അപ്പോൾ അത്രയും നമ്മുടെ എല്ലാവരെയും പിടിച്ചു കുലുക്കിയ കേരളത്തിലെ ഒരു വലിയ ദുരന്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പം ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ആ സ്ഥലത്ത് നമ്മൾ എത്തണം, അല്ലെങ്കിൽ എത്തിപ്പെടാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കണം. അതാണ് മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള ഏറ്റവും വലിയ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, വേറെ എന്തെങ്കിലും കലപേണ്ട കഴിവില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഒരു ചോദ്യം ചോദിച്ചതിന് അതിന് ഉത്തരം ആർക്കും കിട്ടിയില്ല. ആ ഉത്തരം നമ്മൾ പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാനൊരു പുതിയ ചോദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് സബ്ജക്റ്റായാലും കുഴപ്പമില്ല. കുസൃതി ചോദ്യം മതിയോ? ഈ ഇങ്ങനെയൊക്കെ പഠിക്കുന്നവർ അധികം ചോദിക്കുന്നത് ഞങ്ങൾക്ക് കുസൃതി ചോദ്യം മതി എന്നാണ്, അല്ലേ? അപ്പോൾ നമുക്ക് കുസൃതി ചോദ്യം ചോദിക്കാം, അല്ലേ? ഓക്കെ, ചോദിക്കട്ടെ. 5ഉം 5ഉം കൂട്ടിയാൽ 17 കിട്ടുന്നത് എപ്പോൾ? ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലൂ ഉണ്ടായിരുന്നു, അത് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കൊടുത്തു. ഇനി ക്ലൂ ഉള്ള ഒരൊറ്റ ക്ലൂ ഉണ്ടാവുള്ളൂ. 17. നിലമ്പൂരാണല്ലേ? നിലമ്പൂർ എന്താ പ്രത്യേകത? തേക്കാണോ? തേക്കല്ല. 5ഉം 5ഉം കൂട്ടിയാൽ 17 കിട്ടുന്നത് എപ്പോൾ? അറിയില്ല. അപ്പോൾ ഇവർക്കറിയില്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. നല്ലൊരു കറക്റ്റ് ഫ്രെയിം കേട്ടോ. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. അപ്പോൾ നമ്മുടെ രസകരമായിട്ടുള്ള പാറയുടെ മുകളിലുള്ള ഇരുത്തം, കടലിൻ്റെ തിരമാലകളിലുള്ള കാറ്റും കുളിരും ഒക്കെ ഉള്ള അനുഭവമാണ്, അല്ലേ? പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ഹാരി. സുബിൻ. അമൽ. ഷംനാഥ്. നമ്മളെ വാക്ക് ആൻഡ് ചാറ്റ് എന്നൊരു പരിപാടിയാണ്. വാക്ക് ആൻഡ് ചാറ്റ് അറിയാമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കും. ഞങ്ങൾ നാലാളും. ഏതാ സിവിൽ, ഏതാ കമ്പ്യൂട്ടർ സയൻസ്? ഓക്കെ, എവിടെ വീട്? ഞാൻ മഞ്ചേരി, മലപ്പുറം മഞ്ചേരി. ചേളാരി. ഞാൻ ഇവിടെ കാപ്പാട്. ഓ, കീശ്ശേരി, കാപ്പാട്, മഞ്ചേരി, പിന്നേതാ? ചേളാരി. ഓ, യൂണിവേഴ്സിറ്റിയുടെ അടുത്താണോ? ഓക്കെ, ഗുഡ്. ഓക്കെ മക്കൾ, നിങ്ങൾ ഈ പഠിക്കുന്ന കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടല്ലേ? പാട്ടും താളങ്ങളൊക്കെ. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പാടാൻ പറ്റിയൊരു പാട്ട് പാടി. ഞാനും കൂടെ, നിങ്ങളെ കൂടെ. അതൊക്കെ ചാനൽ വരുമോയെന്നാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ആള് കണ്ടില്ലേ രഞ്ജിത്ത്, എന്തിനാണ് ആ ക്യാമറ നോക്കി ഇത്ര സാഹസികമായിട്ട് ഒരു കാല് മുകളിലും ഒരു കാല് താഴെയും വെച്ച് വളരെ സാഹസികമായാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാനൽ വരാതിരിക്കുമോ? അതാണ് പേടി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ ഒരു പേടി എന്നുള്ളത്, 4 ആൾ തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണല്ലോ എപ്പോഴും പേടി എന്ന് പറഞ്ഞാൽ. അങ്ങനെ വല്ല ഉണ്ടോ? ആ, അത് കുഴപ്പമില്ല. പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ കേൾക്കുമ്പോഴല്ലേ അപ്പോൾ അവർ ഓടിക്കോളൂ. പക്ഷെ ഇപ്പോൾ ഓടാൻ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നോ എന്ന് പറയണ്ട, ശരി പാടിക്കോളൂ. ആയിക്കോട്ടെ, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ തൊട്ടടുത്ത് വന്നിക്കണേ. ശരി, 2 പേര് പാട്ട് പെട്ടെന്ന് ആയിക്കോട്ടെ. വേഗം പാടിക്കോ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. യോഗം പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ,
ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകിയില്ലേ. ഞാൻ അവിടെ ഇല്ല പാട്ട് വട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഓക്കെ, നന്നായിട്ടുണ്ട്. നമ്മുടെ ചില ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ദുഃഖങ്ങൾ മറക്കാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ നമ്മുടെ ഈ ദുരന്തം നടന്ന സ്ഥലം എപ്പോഴെങ്കിലും നോക്കിയിരുന്നോ, കണ്ടിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അതെല്ലാം നേരിട്ട് പോകാനോ അല്ല സഹായിക്കാനൊക്കെ ഇല്ലല്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ചെയ്യണം. അതിന് സാമ്പത്തികമായല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശാരീരികമായി ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ സാമ്പത്തിക സഹായം ചെയ്യാം. ഈ ഞങ്ങളിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ നമ്മളടുത്ത്, ഞങ്ങളൊക്കെ ഇപ്പോൾ പണി കിട്ടാത്ത ആൾക്കാരാണ്. ഒരു നല്ല മനസ്സാണ് നമ്മൾക്ക് എപ്പോഴും നമ്മളെ ചില കാര്യങ്ങൾക്ക് പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് നയിക്കുന്നത്. ആ നല്ല മനസ്സും അതിനോടൊപ്പം ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിവേ, നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കഴിഞ്ഞ ടീമിനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു കുസൃതി ചോദ്യമാണ്. നിങ്ങൾ കുസൃതിപരമായിട്ട് ചിന്തിച്ചാൽ മതി, എഞ്ചിനീയർപരമായിട്ട് ചിന്തിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ഓക്കെ, ശരി, അങ്ങനെയാണല്ലേ. എന്നാൽ 5ഉം 5ഉം കൂട്ടിയാൽ 17 കിട്ടുന്നത് എപ്പോൾ? 5ഉം കൂട്ടിയാൽ 17 കിട്ടുന്നത് എപ്പോൾ? അതിനോടൊരു 7ഉം കൂടി കൂട്ടുമ്പോൾ കൂടെയല്ലോ എന്താ പറയാ, കുസൃതി ചോദ്യമാണ്. കൂട്ടിയാൽ 17 കിട്ടുന്നത് കണക്ക് തെറ്റുമ്പോൾ അവൻ്റെ കൈ കിടന്ന് വിറക്കണം നോക്ക്. എടാ ചേക്ക, ഈ ഞാൻ പറഞ്ഞില്ലേ വെറുതെ പോയിരുന്ന കുട്ടികളാണ് വിളിച്ചിട്ട് കല്ലിൻ്റെ മേലെ ഇരുത്തിട്ട് എഞ്ചിനീയറിംഗ്. നമ്മൾ ആ 2 പരിപാടി ഒന്നുകൂടെ പാടി, ഒന്നുകൂടെ പലവട്ടം പാടി. ഒരു വാക്കും പോയില്ലേ. അല്ല മോനെ, ഓനിക്കിപ്പോൾ ഈ സമ്മാനം കൊടുക്കണ്ട നമ്മള്. അതാണ് നമ്മളെ പ്രശ്നം. വിടൂല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ എന്തായാലും സമ്മാനം കൊടുക്കുന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് എനിക്കത് അറിയണമല്ലോ. അത് 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസും അതിലുപരി അതിൽ കൂടുതലുള്ള ബുദ്ധിയും ഒക്കെ ഉണ്ടായി വളർന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തലച്ചോറിനകത്ത് നിറച്ചും ബുദ്ധിയാണല്ലേ, ഉള്ള ബുദ്ധിയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, നിക്ഷാൻ ഇലക്ട്രോണിക്സ് നൽകുന്ന ഒരു സമ്മാനം ഇവർക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താണെന്നറിയാമല്ലോ. എൻ്റെ ചോദ്യം ഇതാണ്: 5ഉം 5ഉം കൂട്ടുമ്പോൾ 17 കിട്ടുന്നത് എപ്പോഴെന്നാണ്. എന്താണ് ഉത്തരം? കണക്ക് തെറ്റുമ്പോൾ. കണക്ക് തെറ്റുമ്പോഴാണ് 5ഉം 5ഉം കൂട്ടുമ്പോൾ 17 കിട്ടുന്നത്. എന്താ പേര് പറഞ്ഞേ? അമലിനും നിങ്ങൾ 3 പേരും കൂടി സമ്മാനം ഒന്ന് കൊടുത്തോളൂ. കൊടുത്തോ, പിടിക്കൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വലിയ സന്തോഷം. എന്നും നന്മകൾ ഉണ്ടാവട്ടെ. നല്ല ചിന്തയും നല്ല ബുദ്ധിയുമായി ലോകം കീഴടക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിക്കട്ടെ, നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച്. ഓക്കെ, താങ്ക് യു. ഇവരിങ്ങനെ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ടീമാണ്. ഇത് കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് ആർക്കോ വേണ്ടി മാറ്റിവെച്ച ഒരു ഇരിപ്പിടമാണ് എന്ന് തോന്നുന്നു. ആർക്കോ വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ ആ ആർക്കോ വേണ്ടി മാറ്റിവെച്ച ആ ഇരിപ്പിടത്തിൽ നമുക്ക് കാര്യം ചെയ്യാം. 4 കൂട്ടുകാരുള്ള സ്ഥലത്തേക്ക് ഒരു 5ാമതൊരാളായി കയറി വരട്ടെ. ഞാൻ കയറി വന്നോട്ടെ? ഓക്കെ, എന്നെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 5ാമതൊരാളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ഞാൻ, അല്ലേ? അപ്പോൾ പേരൊന്ന് പറഞ്ഞു. രഹൻ, സൽമാൻ, രഹൻ, സൽമാൻ, റബി, മാർദവ്. അപ്പോൾ എൻ്റെ പേര് ഷൗക്കത്ത് അലി. അപ്പോൾ നമ്മൾ കൂട്ടുകാരായി, ശരിയാണല്ലോ? ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുന്നു? നമ്മൾ നിൽക്കുകയാണ്. കോളേജിൽ കയറണം. +2 കഴിഞ്ഞല്ലേ? എവിടെ വീട്? കൊണ്ടോട്ടി. ഓക്കെ, +2 കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ കോളേജിൽ ഇപ്പോൾ ഇനി ഏതാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? ബിഫാം പഠിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ബിഫാം പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. +2 കഴിഞ്ഞു. +2 ഏതെടുത്തപ്പോൾ? സയൻസാണ്. സയൻസ് എടുത്താലാണല്ലോ അല്ലേ ബിഫാം എടുക്കാൻ പറ്റും, അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു ചോദ്യത്തിന് നേരത്തെ ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടി, അവർക്ക് സമ്മാനം കൊടുക്കലും കഴിഞ്ഞു. പക്ഷേ നിങ്ങളോട് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? നേരത്തെ എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്നോട് പറഞ്ഞത് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണമെന്നാണ്, അല്ലേ?
അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ? പറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? കുറച്ച് ഡിഫിക്കൽട്ടുള്ള പരിപാടിയാണ്. അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ശരി, പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പഞ്ചുകുസ്തി ചെയ്യാൻ പറ്റുമോ? നമ്മൾ 2 ആൾക്കാരെ കൊണ്ട് പഞ്ചുകുസ്തി ചെയ്യിപ്പിക്കണം, എന്നിട്ട് വേണമെന്ന് മുന്നോട്ട് പോകാം. ഒന്നിരിക്കും, പിടിച്ചോളൂ. റെഡി? എന്നാ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ? ചെയ്യും. റൈറ്റ്, വേഗം ചെയ്യും. നോക്കണം, കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യങ്ങൾ. റെഡി? നോക്കിക്കോട്ടെ, ശരിക്കും പിടിച്ചോളൂ. ഞാൻ സ്റ്റാർട്ട് പറയാൻ വേണ്ടി പോവാണ്. ഇവിടെ പിടിച്ച ഒരാൾ കൈ അവിടെ വെച്ചോളൂ, ഇവിടെ ഒരാളെ വെച്ചോളൂ, അല്ലെങ്കിൽ ഇവൻ്റെ കൈ പിടിച്ചോളൂ. റെഡി, സ്റ്റാർട്ട്, ഗോ. ശരിക്കും പോരാ ചേട്ടാ. ഒരു രക്ഷയില്ലട്ടാ, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, ഇത് നമ്മൾ വിചാരിച്ചതിനൊക്കെ അതുക്ക് മേലെയാണ്. ഒരു രക്ഷയില്ലട്ടാ, ഒരു രക്ഷയില്ല. അങ്ങോട്ടടിക്കാൻ, ഇങ്ങോട്ടടിക്കൂ, അടിക്കൂ. അപ്പോടെ നമ്മൾ ചില അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിച്ച് നടത്തുന്നത്. പക്ഷേ നിങ്ങളിൽ ഈക്വൽ പവറാണ്, തുല്യമായ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം അല്ലേ? എന്ത് ചോദ്യം ചോദിക്കേണ്ടത്? ഈ പഞ്ചുകുസ്തി എന്ന് പറഞ്ഞ സംഭവം, ആം റെസ്ലിംഗ് ആകെ ഉള്ളത് ഇന്ത്യയിലാണ് കൂടുതലുള്ളത്, പിന്നെ ഉള്ളത് ഇംഗ്ലണ്ടിലാണ്. ആം റെസ്ലിംഗ്, അതായത് പഞ്ചുകുസ്തി എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? വേം പറയാം. നിങ്ങൾ സയൻസ് അല്ലേ? എന്തേ സയൻസ് അല്ലേ എന്ന് വെച്ചപ്പോൾ അള്ളാഹ് ചോദിക്കില്ലേ എന്ന്? വേണ്ട. എന്നാൽ സയൻസിനെ കണ്ട് വിടാം നിങ്ങൾക്ക്. നിങ്ങൾ കള്ളിമുള്ളു ചെടി കണ്ടിട്ടുണ്ടോ? കള്ളിമുള്ളു ചെടി കണ്ടിട്ടുണ്ടോ? ഉണ്ടാവുന്നില്ല, അതിനെക്കുറിച്ചാണ് മരുഭൂമിയിൽ ഉണ്ടാവാറുണ്ട്, പല നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവാറുണ്ട് കള്ളിമുള്ളു ചെടി ഇല്ലേ? അതിൽ വെള്ളം ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? വെള്ളത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്. അതൊക്കെ ശരിയാണല്ലേ? അപ്പോൾ ആ കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ വേറെ മറ്റൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രസകരമായ ഒരു കുസൃതി ചോദ്യമാണ്. ചോദിക്കട്ടെ? എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത്? ഓക്കെ, നമ്മുടെ മുൻ പ്രധാനമന്ത്രി കുളിക്കുന്ന സമയത്ത് ഈ കൈ നനഞ്ഞിരുന്നില്ല, എന്താണ് കാരണം? മുൻ പ്രധാനമന്ത്രി കുളിക്കുന്ന സമയത്ത് ഈ കൈ നനഞ്ഞിരുന്നില്ല, എന്താണ് കാരണം? മുൻ പ്രധാനമന്ത്രിയാണ്. എന്താ കാരണം? ആരാ കാരണം? എന്താ കാരണം? അറിയില്ല. നമുക്ക് ഇവരോട് ഉത്തരം മുട്ടിരിക്കണം. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ കൈ നനയാത്തതെന്ന്. തൽക്കാലം നമുക്ക് ഇവരോട് ഇവിടെ പറയാം. ഓക്കെ, താങ്ക് യു രേഷ്. അപ്പോൾ നമ്മുടെ വാക്ക് ആൻഡ് ചാറ്റ് എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു. സമ്മാനങ്ങളും നമ്മൾ കൊടുത്തു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങളെ കണ്ടുമുട്ടും എന്ന് പൂർണ്ണ പ്രതീക്ഷ നൽകി തൽക്കാലം ഇട പറയട്ടെ. ഗുഡ് ബൈ.